ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അത്യാസന്ന നിലയിലെന്ന് ഇസ്രയേൽ മാധ്യമ റിപ്പോർട്ട്. ഏത് സമയവും അദ്ദേഹത്തിന് മരണം സംഭവിച്ചേക്കാമെന്നും ഇസ്രയേൽ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാൻ US സമാധാന ധാരണ വൈകാതെ നടപ്പാക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്നലെ അറിയിച്ചു. കാലങ്ങളായി മുസ്തഫ ഖമനേയി അത്യാസന്ന നിലയിലെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിനിടെയാണ് മുസ്തഫയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലെന്ന് ഒരു ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. US ആക്രമണത്തിൽ ഖമനേയിക്ക് ഗുരുതര പരുക്കേറ്റിരുന്നു. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിന് ശേഷം മുസ്തഫ ക്യാബിനറ്റ് അംഗങ്ങളെ കാണുകയോ പരസ്യമായി രംഗത്തു വരികയോ ചെയ്തിട്ടില്ല. ഏതു നിമിഷവും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കാമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാൻ US സമാധാന ധാരണ 2 ദിവസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്നലെ അറിയിച്ചിരുന്നു. We had Epic Fury, which was the kinetic portion. At Treasury, we did Economic Fury. What goes little publicized is, on the kinetic side, Air Force is wiped out, Navy is wiped out, a big portion of their missiles, more importantly, their missile production. On the economic side, we have them by the throat, and they've got 150, 180% food inflation, not able to pay the troops. So I think shortly, maybe even today, tomorrow, we are going to see an agreement, 30-60-day ceasefire, and Strait will be open, energy prices should come down. സമാധാന ധാരണ ശക്തമായി എതിർത്തിരുന്നത് മുസ്തഫ ഖമനേയിയായിരുന്നു. സമാധാന ധാരണയിലേക്ക് നീങ്ങുമെന്നും ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായും അമേരിക്ക അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്തഫ ഖമനേയിയുമായി ചർച്ചകൾ സാധ്യമാകുന്ന അവസ്ഥയിലല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും നേരത്തെ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുസ്തഫ ഖമനേയി അത്യാസന്ന നിലയിലെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.